This video is a part of the PhD research work of Jayashree MP at Banaras Hindu University, Varanasi, under the guidance of Professor Dr. Kalyan Ghade. The topic of research is connected with the socio-cultural relevance of coconut. This episode deals with the relevance of coconut in the ritual Pandiraayiram, connected with the deity Vettakkeran or Kiradamurti in Kerala. ക്ഷിപ്രപ്രസാദിയായ ഭഗവാൻ വേട്ടയ്ക്കരൻ്റെ അനുഗ്രഹത്തിനായി നടത്തിവരുന്ന പന്തീരായിരം നാളികേരം ഉടയ്ക്കൽ വഴിപാടിലേക്ക് പ്രിയപ്പെട്ടവരുടെ ശ്രദ്ധ ക്ഷണിക്കട്ടെ. ശിവപാർവതിമാർ കിരാതവേഷം പൂണ്ട് കാട്ടിൽ വിഹരിച്ചിരുന്ന കാലത്ത് അവർക്ക് പിറന്ന ഉണ്ണിയത്രേ വേട്ടയ്ക്കൊരു മകൻ അഥവാ വേട്ടയ്ക്കരൻ. ക്ഷിപ്രകോപിയും ക്ഷിപ്രപ്രസാദിയുമായ ഭഗവാന്റെ ഇഷ്ട വഴിപാടാണ് പന്തീരായിരം നാളികേരം ഉടയ്ക്കലും കളംപാട്ടും. കേരളത്തിലെ ഒട്ടുമിക്ക കളംപാട്ടുകളിലും വേട്ടയ്ക്കരൻ്റെ പ്രതിപുരുഷനാവാൻ ഭാഗ്യം ചെയ്ത വെളിച്ചപ്പാട് ശ്രീ കണ്ടമംഗലം മനോജ് നമ്പൂതിരിയാണ് ഇന്ന് നമുക്കൊപ്പം. മറ്റെന്തിലേക്കും കടക്കുന്നതിന് മുമ്പായി നമുക്ക് കിരാതമൂർത്തിയെ ഒരു വട്ടം പ്രദക്ഷിണം വയ്ക്കാം. പതിനെട്ട് മൂർത്തികൾക്കാണ് കളമെഴുത്തുപാട്ട് നടക്കുന്നത്. ഭഗവതി, അയ്യപ്പൻ, വേട്ടയ്ക്കരൻ, ത്രിപുരാന്തകൻ, എരഞ്ഞിപുരാൻ തുടങ്ങി 18ഓളം മൂർത്തികൾക്കാണ് കളമെഴുത്തുപാട്ട് നടക്കുന്നത്. പഞ്ചവർണ്ണ പൊടികളെ കൊണ്ട് പ്രത്യേകം അലങ്കരിച്ച മണ്ഡപത്തിലാണ് ഈ കളംപാട്ട് നടക്കുന്നത്. ഇതിൽ കിരാതമൂർത്തിയുടെ കളംപാട്ടും ആ കളംപാട്ടിലെ ഏറ്റവും പ്രധാനവും വിശേഷപ്പെട്ടതുമായ ചടങ്ങാണ് പന്തീരായിരം നാളികേരമേറ്. വേട്ടയ്ക്കരന്റെ കളമെഴുത്ത് തുടങ്ങുന്നത് മലബാറിൽ നിന്നാണ്. മലബാറിൽ നിന്നുമാണ് എല്ലാ സ്ഥലങ്ങളിലേക്കും ഓരോ ആൾക്കാർ വേട്ടയ്ക്കരനെ ഉപാസിച്ചു കൊണ്ടുപോയി അവരുടെ ഇല്ലത്തും കോവിലകങ്ങളിലും കളരികളിലും ഒക്കെ സ്ഥാപിച്ചതാണ്. കേരളത്തിലെ ഏകദേശം ഒരു 10ഓളം ജില്ലകളിൽ ഈ വേട്ടയ്ക്കരന്റെ കളംപാട്ട് നടക്കുന്നുണ്ട്. പിന്നെ കേരളത്തിന് പുറത്തും ഇപ്പോൾ നടക്കാറുണ്ട്, പണ്ട് കാലത്ത് ഉണ്ടായിരുന്നില്ല. അങ്ങനെ മലബാറിലെ പ്രധാന ക്ഷേത്രമായ നമ്പുമലക്കോട്ട, അതായത് നിലമ്പൂരിന്റെ ബോർഡറാണ്. നമ്പുമലക്കോട്ടയാണ് ഇതിന്റെ ആവിർഭാവം. അവിടെ നിന്ന് തുടങ്ങി ബാലുശ്ശേരി കോട്ടയിലെത്തി, ബാലുശ്ശേരി കോട്ടയിൽ നിന്ന് തൃക്കളങ്ങോട്, മഞ്ചേരി അടുത്ത് തൃക്കളങ്ങോട്, ഈ 3 ക്ഷേത്രങ്ങളിലാണ് പ്രധാനമായിട്ടും സങ്കല്പിക്കുന്നത്. ആദ്യത്തെ രാവിലത്തെ പൂജ നമ്പുമലക്കോട്ടയിലും, ഉച്ചപൂജ ബാലുശ്ശേരി കോട്ടയിലും, അത്താഴ പൂജ തൃക്കളങ്ങോട്ടൂരും എന്ന സങ്കല്പത്തിലാണ് ഇത് നടക്കുന്നത്. പിന്നെ നമ്മുടെ ഇല്ലങ്ങളിൽ ഈ ദേവനെ ഉപാസിച്ചു കൊണ്ടുവന്നതാണ്. ഒരു കാലഘട്ടത്തിൽ ഇല്ലങ്ങളെല്ലാം അന്യം നിന്ന് പോകുമെന്ന് കണ്ടപ്പോൾ ഇങ്ങനെ ഒരു ദേവനുണ്ടെന്നും ആ ദേവനെ ഉപാസിച്ചു കൊണ്ടുവന്നാൽ ഇല്ലങ്ങൾ അന്യം നിന്ന് പോവാതിരിക്കും എന്നുള്ള ഒരു സങ്കല്പത്തിന്റെ മുകളിലാണ് ഗുരുവായൂരപ്പനെയും അയ്യപ്പനെയും ഭഗവതിയൊക്കെ മാറ്റി വെച്ച് നമ്മൾ വേട്ടയ്ക്കരൻ പ്രധാന സ്ഥാനം കൊടുത്ത് എല്ലാ ഇല്ലങ്ങളിലും വേട്ടയ്ക്കരൻ പ്രധാന ദേവനായി മാറുന്നത്. കാരണം ഇല്ലങ്ങളിൽ പണ്ട് കാലത്ത് ഒരാളെ വിവാഹം കഴിക്കാറുള്ളൂ. അപ്പൊ അതിൽ നിന്നൊക്കെ മാറ്റം വരുത്തി എല്ലാവരും വിവാഹം കഴിക്കണമെന്നും അതിലൊക്കെ പുണ്യങ്ങൾ ഉണ്ടാവുമേ ആ ഇല്ലം നിലനിൽക്കും എന്നുള്ളത് കൊണ്ടാണ് മലബാറിലെ ഒരുവിധം എല്ലാ ഇല്ലങ്ങളിലും പ്രധാന ദേവൻ വേട്ടയ്ക്കരനാണ്. കാരണം ക്ഷിപ്രപ്രസാദിയും ക്ഷിപ്രദായിയായിട്ട് എന്ത് കാര്യവും നമ്മൾക്ക് വിചാരിച്ചാൽ അതുപോലെ നടക്കാൻ ഇത്രയും പവർഫുൾ, അതായത് ശക്തിയുള്ള ദേവനായിട്ടാണ്. കാരണം ഈ മനസ്സായി നമ്മൾ വിളിച്ചാൽ ആ ദേവൻ വിളി കേൾക്കും. അത്ര പെട്ടെന്ന് കേൾക്കുന്ന വേറൊരു ദേവനും
ചന്ദ്രക്കല ചൂടുമീശൻ തിരുമകനെ വേട്ടയ്ക്കൊരു മകനെ. അപ്പൊ അതുകൊണ്ട് നമ്മുടെ എന്ത് കാര്യവും ജോലി അതുപോലെയുള്ള ഏത് കാര്യങ്ങൾക്കും നമ്മൾ ആ ദേവന്റെ മുന്നിൽ പോയി പ്രാർത്ഥിച്ചാൽ അത് നടക്കും. അങ്ങനെ നടക്കുമ്പോഴാണ് നമ്മൾ എന്താണ് കാര്യസാധ്യത്തിന് വേണ്ടിയിട്ടാണ് നമ്മൾ ഈ പന്തീരായം നടത്തുന്നത്. എന്താണോ പ്രാർത്ഥിച്ചത് ആ പ്രാർത്ഥന നേരെയായാൽ ആ നേരെയായി കഴിഞ്ഞാൽ നമ്മൾ ഈ ദേവന്റെ ഇഷ്ട വഴിപാടായ പന്തീരായം നടത്തുകയാണ്. അങ്ങനെയാണ് പന്തീരായം ഇത്ര പ്രാധാന്യവും വളരെ ഭക്തി നിർഭരമായി മാറാനും കാരണം. ശ്രീ മനോജ് നമ്പൂതിരിയുടെ കാർമ്മികത്വത്തിൽ പൊന്നാനിക്കടുത്ത് മൈലങ്കോടത്ത് മനയിൽ നടന്ന പന്തീരായിരം നാളികേരമുടയ്ക്കലിന്റെ ദൃശ്യങ്ങളാണിത്. പന്തീരായം എന്ന് പറഞ്ഞാൽ ഈ ദേവന്റെ കോപം ശമിപ്പിക്കുകയാണ്. യുദ്ധം ചെയ്തു വന്ന കിരാതമൂർത്തിയുടെ രൗദ്രഭാവം സൗമ്യഭാവമായി മാറാൻ വേണ്ടിയിട്ട് അദ്ദേഹത്തിന്റെ സേനാനായകൻ 16,000-ഓളം വരുന്ന ചേകവന്മാർ അദ്ദേഹത്തിന്റെ ശിരത്തിൽ ഇളനീർ അഭിഷേകം ചെയ്തു എന്ന സങ്കല്പമാണ് പറയുന്നത്. പക്ഷെ ഇവിടെ നാളികേരമാണ്. കാരണം ഇളനീർ ഏറ്റവും ഔഷധമുള്ളൊരു സാധനമാണ്. ഇളനീർ പ്രകൃതിയിൽ നിന്ന്, അതായത് ഒരു മാലിന്യവും വരാതെ അതിൽ ഉള്ളിൽ കിടക്കുന്ന ആ വെള്ളം നമ്മളുടെ വയറ്റിൽ എന്നും കഴിച്ചാൽ അസുഖങ്ങൾ ഉണ്ടാവില്ല എന്ന് ആയുർവേദത്തിൽ പറയുന്നു. അതുപോലെ തന്നെ ശിവന്റെ ക്ഷേത്രങ്ങളിൽ ഇളനീർ അഭിഷേകം ധാര, ഇളനീർ ധാര എന്നാണ് പറയുന്നത്. തലയുമായി ബന്ധപ്പെട്ട ഏത് കാര്യങ്ങൾക്കും ആ അസുഖം മാറാൻ വേണ്ടിയിട്ട് ശിവക്ഷേത്രങ്ങളിൽ ശിവന്റെ മുന്നിൽ മുകളിലുള്ള ധാരക്കിടാരത്തിൽ ഒഴിക്കുകയാണ്. ആ ഒഴിച്ച് ആ ഇളനീരിന്റെ വെള്ളം ശിരസിലൂടെ വന്ന് ആ ശിരസിലുള്ള ആ രൗദ്രത കുറയ്ക്കാൻ വേണ്ടിയിട്ട് നമ്മുടെ ക്ഷേത്രങ്ങളിൽ നമ്മുടെ അസുഖം മാറാൻ വേണ്ടിയിട്ട് ഇളനീർ ധാര, ഇളനീർ അഭിഷേകം എന്ന സങ്കല്പങ്ങളിലും ഈ ഇളനീരും അതുപോലെ നേരത്തെ പറഞ്ഞ നാളികേരവും എല്ലാം എത്തിച്ചേരുന്നതും ഇതുപോലെയുള്ള ഓരോ സങ്കല്പങ്ങൾക്കനുസരിച്ചാണ്. അതായത് അദ്ദേഹത്തിന്റെ ദേഷ്യം, കോപം മാറാൻ വേണ്ടിയിട്ട് അദ്ദേഹത്തിന്റെ സേനാനായകന്മാർ അദ്ദേഹത്തിന്റെ ശിരസിൽ അഭിഷേകം ചെയ്യുന്ന സങ്കല്പമാണ്. ഈ നാളികേരം ഉടച്ച് അതിൽ നിന്ന് വെള്ളം വന്ന് ആ വെള്ളം അദ്ദേഹത്തിന്റെ ശിരസിലായി അദ്ദേഹം ആ കോപം ശമിച്ച് നമ്മളൊക്കെ അനുഗ്രഹിക്കാൻ ഇതിലാണ് അവസാനമായിട്ട് എത്തുന്നത്. അതുപോലെ തന്നെയാണ് ഇതിന്റെ കണക്കുകളും. ഏതോ കാലത്ത് ഏതോ ആചാര്യന്മാർ ഉണ്ടാക്കിയതാണ് ഈ കണക്കുകൾ. അപ്പൊ 12,000 നടന്നത് 12,000 നാളികേരം നടന്നത്. അതാണ് 10,000-ഓ 15,000-ഓ അല്ല. അതെന്തോ ഒരു കണക്ക് വെച്ചിട്ടാണ് അങ്ങനെ പറയുന്നത്. അങ്ങനെ അത് ഉപയോഗിക്കുന്ന ഓരോന്നിനും കൃത്യമായ കണക്കുണ്ട്. അപ്പൊ അത് അത്രയും ആലോചിച്ച് അത്രയും ചിന്തിച്ചിട്ടാണ് പണ്ടുള്ള ആചാര്യന്മാർ ഇന്നത്തെ കൃത്യമായ കണക്ക് കൊടുക്കുന്നത്. 36 നാളികേരം. പണ്ട് കാലത്ത് നാളികേരം എന്ന് പറഞ്ഞാൽ ഒരു കിട്ടാക്കനിയാണ് നാളികേരം. അപ്പൊ 36 നാളികേരത്തിന് എന്തെങ്കിലും സങ്കല്പമുണ്ടോ? അല്ല 50 നാളികേരം എന്ന് പറഞ്ഞാൽ പോലെ. എന്തുകൊണ്ടാണ് ആ 33 നാളികേരം നമ്മൾ കളത്തിലെ പൂജകൾക്ക് വേണ്ടിയിട്ടും 3 നാളികേരം ആ ദേവനെ ഉടയ്ക്കാൻ വേണ്ടിയിട്ടാണ്. കാരണം ഒരു വഴിപാട് പാട്ട് കഴിക്കാന്ന് പറയുമ്പോൾ ആ വഴിപാട് പാട്ട് കഴിക്കാൻ 3 നാളികേരം കഴിയുന്നു. അതിൽ കൂടുതൽ വരുന്ന 1008, 108 അങ്ങനെ എത്ര വേണമെങ്കിലും നമുക്ക് വഴിപാടായി കൊണ്ടുവരുന്ന നാളികേരങ്ങൾ എറിയാം. അതിൻ്റെ ഏറ്റവും അവസാന വാക്കാണ് 12,000. 12,000-ഓളം വരുന്ന നാളികേരം എറിഞ്ഞുടയ്ക്കുക എന്നുള്ളത് വിശേഷമായ ചടങ്ങാണ്. പണ്ട് കാലത്ത് ഈ കളംപാട്ട് എന്ന് പറഞ്ഞാൽ ഉത്തരായണത്തിൽ മാത്രമേ ഉണ്ടായിരുന്നു. അതാണ് തുടങ്ങുന്നത്. കാരണം എന്താ വെച്ചാൽ ഈ അത്യാവശ്യം നാളികേരം ഉണ്ടാവുകയും ഈ ഉത്തരായണം ആവുമ്പോഴേക്കേ ഉള്ളൂ. അതുകൊണ്ടാണ് ഈ ക്ഷേത്രവുമായി ബന്ധപ്പെട്ട എല്ലാ കലാരൂപങ്ങളും ഉത്തരായണത്തിൽ മാത്രമേ ഉള്ളൂ. ഇപ്പോൾ എന്താ വെച്ചാൽ എല്ലാ സാധനവും നമുക്ക് കടകളിൽ ചെന്ന് വാങ്ങാൻ കിട്ടുന്നത് കൊണ്ട് നമുക്ക് ഇപ്പോൾ ഏത് കാലത്തും ഇതുപോലുള്ള എല്ലാ അനുഷ്ഠാന കാര്യങ്ങളും ചെയ്യാൻ സാധിക്കും. പണ്ട് കാലത്ത് ഉത്തരായണത്തിൽ മാത്രമേ ഉള്ളൂ. അതായത് മകരം മുതൽക്ക് മകരം, കുംഭം, മീനം, മേടം, ഇടവമാസം, സ്ഥിരമാസത്തിന്റെ ഒരു പരിധി വരെ. അങ്ങനെ പണ്ട് കാലത്തുള്ളവർ മുടങ്ങാതിരിക്കാൻ വേണ്ടി മാത്രം വളരെ ഗോപ്യമായിട്ട് ചെയ്യുന്നതാണ്. ഇപ്പോഴത്തെ പോലെ ആഘോഷത്തിനല്ല പ്രാധാന്യം.
ആ ദേവനോടുള്ള ഇഷ്ടം കരദേവതയ്ക്ക് കൊടുത്തിട്ടേ നമ്മൾ കഴിക്കാവൂ എന്നാണ്. അപ്പൊ ആ കളമ്പാട്ടിലെ ഏറ്റവും പ്രധാനം കളമ്പൂജയ്ക്കാണ്. ആ ദേവനെ ക്ഷണിച്ചിരുത്തി ആ ദേവന് ഇഷ്ടപ്പെട്ട ഭക്ഷണം കൊടുക്കുകയാണ്. അവിൽ കുഴച്ചത്, അതുപോലെ അപ്പം, ഒറ്റ, ഇതൊക്കെ നമ്മൾ നാളികേരവുമായി ബന്ധപ്പെട്ട സാധനങ്ങളാണ്. അപ്പൊ ഈ ദേവനെ ഇഷ്ടപ്പെട്ട വഴിപാടുകൾ, ഇഷ്ടപ്പെട്ട സാധനങ്ങൾ കൊടുത്ത് അദ്ദേഹത്തെ ക്ഷണിച്ചിരുത്തി അദ്ദേഹം അത് കഴിച്ച് നമ്മളെ അനുഗ്രഹിക്കുക എന്നുള്ളത് കൊണ്ടാണ് കളമ്പൂജയ്ക്ക് വളരെ പ്രാധാന്യമാണ്. ആ സമയത്ത് നമ്മൾ എന്ത് പ്രാർത്ഥിച്ചാലും ആ പ്രാർത്ഥന നടക്കും എന്നാണ് പറയുന്നത് കാലത്ത്. കളമ്പാട്ട് ആർക്ക് വേണമെങ്കിലും വഴിപാടായിട്ട് ചെയ്യും. അപ്പൊ നമ്മളോട് പലരും ചോദിക്കാറുണ്ട്, നമുക്ക് കഴിക്കൂടെ തിന്മയും ചോദിക്കാറുണ്ട്. അപ്പൊ നമ്മൾ ആർക്കും നമ്മൾ ആ ദേവന്റെ മുന്നിൽ പോയിട്ട് പ്രാർത്ഥിച്ചാൽ, നമ്മുടെ കാര്യസാധ്യത്തിന് വേണ്ടി നമ്മൾ പ്രാർത്ഥിച്ചു കഴിഞ്ഞാൽ ആ കാര്യം നേരെയായാൽ നമുക്ക് അവിടെ തൊട്ടടുത്തുള്ള വേട്ടക്കലിന്റെ ക്ഷേത്രത്തിൽ വെച്ചിട്ട് നമുക്ക് ഈ വഴിപാട് വളരെ ഭംഗിയായിട്ട് ചെയ്യുന്നത്. നമ്മുടെ ഉടമസ്ഥൻ എങ്ങനെയാണോ ചെയ്യാൻ ഉദ്ദേശിക്കുന്നത് വെച്ചാൽ അതിനനുസരിച്ച് നമ്മൾ അത് പാകപ്പെടുത്തി ചെയ്തു കൊടുക്കാറുണ്ട്. വെളിച്ചപ്പാടിൻ്റെ ഈ ചടുല നടനം ആരെയും അത്ഭുതപ്പെടുത്തുന്നതാണ്. ഇതെങ്ങനെ സാധിക്കുന്നു എന്നതിന് ശ്രീ മനോജിന് ഒരു ഉത്തരമേ ഉള്ളൂ. എല്ലാം കിരാതമൂർത്തിയുടെ അനുഗ്രഹം. കളമെഴുത്തുപാട്ടിൻ്റെയും പന്തീരായിരത്തിൻ്റെയും അവസാന വാക്കായ കണ്ടമംഗലം ഇല്ലത്തെ ശ്രീ വലിയ സുബ്രഹ്മണ്യൻ തിരുമേനിയുടെ മകനാണ് ശ്രീ മനോജ് കണ്ടമംഗലം. ഒരു കാലഘട്ടം മുഴുവൻ കിരാതമൂർത്തിയുടെ അപരനെ പോലെ ശോഭിച്ച് പട്ടും വളയും കരസ്ഥമാക്കിയ തൻ്റെ പിതാവാണ് ശ്രീ മനോജിൻ്റെ ഗുരുവും വഴികാട്ടിയും. പാരമ്പര്യത്തിൻ്റെ കെടാവിളക്കായി ശ്രീ മനോജിൻ്റെ മകൻ മഹേശ്വരനും ഇപ്പോൾ ഇതേ പാത സ്വീകരിച്ചിരിക്കുകയാണ്. സാധാരണയായി 12,000 നാളികേരം എറിഞ്ഞുടയ്ക്കാൻ ശരാശരി 4 മണിക്കൂറാണ് കണക്ക്. എന്നാൽ അത് 2 മണിക്കൂർ 13 മിനിറ്റായി ചുരുക്കി ലിംക ബുക്ക് ഓഫ് റെക്കോർഡ്സിൽ ഇടം നേടിയ വ്യക്തിത്വമാണ് ശ്രീ മനോജ് കണ്ടമംഗലം. എന്നാൽ ഇത്രയും ഗൗരവമേറിയ കർമ്മങ്ങൾ ചെയ്യുന്ന ഒരാളുടെ ഭാവമേ അല്ല ശ്രീ മനോജ് എന്ന വ്യക്തിക്ക്. വെളിച്ചപ്പാടാവുമ്പോൾ സാക്ഷാൽ കിരാതമൂർത്തി, അല്ലാത്തപ്പോൾ താനി മനോജ് കുമാർ, ഒരു കോഴിക്കോട്ടുകാരൻ ഫുട്ബോൾ പ്രേമി. പന്തീരായിരത്തിൻ്റെ കൂടുതൽ വിശേഷങ്ങളുമായി വരും എപ്പിസോഡുകളിൽ നമുക്ക് വീണ്ടും കണ്ടുമുട്ടാം. നന്ദി, നമസ്കാരം.